ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കുന്നത് നമ്മുടെ വിരഹനായകൻ അല്ലേ, എനിക്ക് അങ്ങനെ പറയാനുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ വിരഹനായകനായിട്ട് അഭിനയിച്ച ആ, വേണുനാഗവള്ളി എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. കാരണം അത്രത്തോളം വിരഹത വേറെ ഒരു നടനിലും ഞാൻ കണ്ടിട്ടില്ല ആക്ടിങ്ങിൽ കേട്ടോ. അങ്ങനത്തെ ക്യാരക്ടറാണ് പുള്ളിയുടെ. ആദ്യ കാലഘട്ടങ്ങളിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നീട് പുള്ളിയുടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ആദ്യം ആ ഒരു കോളേജ് ടൈമിൻ്റെയൊക്കെ ആ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ പുള്ളിയുടെ വളരെ യങ്ങായിട്ടുള്ള കാലഘട്ടത്തിൽ ഇത്രയും വിരഹമായി അഭിനയിക്കുന്ന ഒരു വ്യക്തി ഇനി ഉണ്ടാവില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആ പുള്ളിയുടെ മുഖം, ഫേസ് തന്നെ അങ്ങനത്തെ ഒരു ഭാവത്തിലാണ് ശരിക്കും എനിക്ക് തോന്നിയേക്കണത്. അതേപോലെ തന്നെ പുള്ളിയുടെ എന്താ പറയുക, കുറേ പാട്ടുകൾ വളരെ ഹിറ്റാണ്. അതിലിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എനിക്ക് തോന്നുന്നത് ഒരു വട്ടം കൂടി എന്നുള്ള ഒരു പാട്ടാണ്. ഞാനത് ആദ്യം തന്നെ പെൻസിൽ വെച്ചിട്ട് ഔട്ട്ലൈൻ വരച്ച്, പിന്നെ പെൻസിൽ കൊണ്ട് തന്നെ ഷെയ്ഡ് ചെയ്ത്, ഡ്രോയിങ് പെൻസിലുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലാക്ക് കളറ്, വാട്ടർ കളർ യൂസ് ചെയ്തേക്കാണ് ചിലയിടത്ത് ടച്ച് ചെയ്യാൻ വേണ്ടി. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം വരെയാണ് വരയ്ക്കുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് വേർഡ് നമ്മൾ പറയാണ് പ്രാക്ടീസ്. നമ്മുടെ കയ്യിലുള്ള അറിവുകൾ മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുന്നതും അതും പ്രാക്ടീസിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ എടുത്തിരിക്കുന്ന വേർഡ് മെച്യൂരിറ്റി എന്നുള്ള വേർഡ്, പക്വത എന്നുള്ള ഒരു വേർഡാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ എപ്പോൾ മറ്റൊരാളുടെ കുറിച്ചും കൂടി ചിന്തിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നു, അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ മെച്യൂരിറ്റിയിലേക്ക് കാലെടുത്ത് വെച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മെച്യൂരിറ്റി ആയി, ഇല്ലെങ്കിൽ നമ്മൾ കുറേ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെച്യൂരിറ്റി ആയി എന്നുള്ളത് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെന്ന്. നേരെ മറിച്ച് നമുക്കൊരു ജോലി കിട്ടി, നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ചേർത്ത് നിർത്തുമ്പോഴാണ്, അല്ലെങ്കിൽ പിന്നെ അവരുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇൻവോൾവ്മെൻ്റ് ചെയ്ത് അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവരെ അതിൽ നിന്ന് മാറ്റി നമ്മളോട് ചേർത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് മെച്യൂരിറ്റിയുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു വേർഡ് റണ്ണിങ് ആവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിപ്പോൾ തോന്നുന്നത് മെച്യൂരിറ്റിക്ക് വേറൊരു വേർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റിങ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ മെച്യൂരിറ്റി ആയി എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നമ്മൾ ഓരോ പ്രശ്നങ്ങളായാലും അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷനും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, പിന്നെ എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് അത്, ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വേണ്ടാത്തൊരു പ്രശ്നമാണെങ്കിൽ അത് ഒഴിവാക്കി കളയുകയും ചെയ്യുന്ന ഒരു വേർഡാണ് മെച്യൂരിറ്റി എന്ന് എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായ ഒരു വളർച്ച എത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തി മെച്യൂരിറ്റി ആയി എന്നുള്ളത് പറയാം. പക്ഷേ ആ പ്രവൃത്തിയിൽ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ ആ പക്വത വരണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയുക, ഒരു പൂർണ്ണമായ ഒരു വ്യക്തിയുടെ മെച്യൂരിറ്റി ആയെന്ന് പറയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ ഒരു ജോലിക്ക് കയറി എന്നിട്ട് കൃത്യമായിട്ട് നമ്മൾ ആ പൈസ കറക്റ്റായിട്ട് സേവ് ചെയ്യുകയും അത് വേണ്ട രീതിയിൽ ഉപകാരപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ പിന്നീട് ഫ്യൂച്ചറിലേക്ക് പ്രശ്നങ്ങൾ കയറി വരാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു പ്രിക്കോഷൻ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് മെച്യൂരിറ്റി എന്നുള്ള വേർഡിന് ഒരു പൂർണ്ണത വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നല്ലതും മോശവും തിരിച്ചറിയാനുള്ള ഒരു കഴിവാകുന്നത്. അതേപോലെ തന്നെ അവർക്ക് ഈ മെറ്റീരിയൽ ഹാപ്പിനെസ്സിനോട് വലിയ താല്പര്യം കാണില്ല. അവർക്ക് ഏകദേശം എനിക്ക് തോന്നുന്നത് ഉള്ളത് വെച്ച് തൃപ്തിപ്പെടാനുള്ള ഒരു മൈൻഡ് കാണിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ഓവറായിട്ട് മെറ്റീരിയൽ ഹാപ്പിനെസ്സിന് വേണ്ടി ക്യാഷ് സ്പെൻഡ് ചെയ്യില്ല. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഈ കുറച്ച് മെച്യൂരിറ്റി കാണിക്കുന്ന ആൾക്കാരെ ഫ്രണ്ട്സായിട്ട് ഒരിക്കലും നമ്മളെ വിട്ടു പോവുകയില്ലെന്ന് മാത്രമല്ല, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അത് ശരിക്കും പറഞ്ഞ ഒരു തണൽ പോലെ നമ്മളുടെ കൂടെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ മെച്യൂരിറ്റിക്ക് ഒരു ഏജ് പറയാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 35 വയസ്സ് കഴിയുമ്പോഴാണ് ഏകദേശം ഒരു മെച്യൂരിറ്റി എന്നുള്ള ശരിക്കും ഫൈനലായിട്ടുള്ള ഒരു മീനിങ് അവർക്ക്, ആ വ്യക്തിക്ക് മനസ്സിലാവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ പുള്ളിക്കപ്പം എന്താ പറയുക, ഫസ്റ്റ് മനസ്സിലാകുക എനിക്ക് തോന്നുന്നു ഈ ഭൂമിയിൽ നമ്മൾ ടെമ്പററി ആണ് എന്നുള്ള അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണെന്ന് എനിക്ക് തോന്നുന്നത്.
നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും നമ്മളൊക്കെ മൺമറഞ്ഞു പോകും എന്നുള്ള അത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നമ്മൾ വിനയവും പിന്നെ അതേപോലെ നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യവും ഈഗോ അതെല്ലാം അങ്ങോട്ട് ഫെയ്ഡായി പോണത്. ആ വാക്കുകളെല്ലാം നമ്മുടെ ഡിക്ഷണറിയിൽ നിന്ന് തന്നെ എടുത്തു കളയും നമ്മൾ. പിന്നീട് എല്ലാം ഒരു പുഞ്ചിരിയോടെ തന്നെ നമ്മൾ നേരിടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മുടെ ഡ്രോയിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെൻസിലിൻ്റെ ഷെയ്ഡിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വാട്ടർ കളർ കൊണ്ട് ജസ്റ്റ് ഷെയ്ഡുകളൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് നമ്മുടെ പഴയ ഒരു വേണുനാഗവള്ളിയുടെ ഒരു പിക്കാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ വിരഹങ്ങൾ കൂടുതൽ അഭിനയിച്ച ഒരു വേണുനാഗവള്ളിയുടെ അല്ലേ. ആ ടൈമിൽ പുള്ളിയുടെ എനിക്ക് തോന്നുന്നു കുറേ പാട്ടുകൾ ഭയങ്കര ഹിറ്റാണ്. പുള്ളിയുടെ പടങ്ങൾ കാണാത്ത ആദ്യ കാലഘട്ടങ്ങളിൽ കാണാത്ത പടങ്ങളുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് കാണുന്നത്. കുറച്ച് നേരത്തെങ്കിലും നമുക്ക് വേണുനാഗവള്ളി മൂഡ് എന്ന് തന്നെ പറയാം അല്ലേ. ആ ഒരു മൂഡിലേക്ക് നമുക്ക് നീങ്ങാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേർഡ് മെച്യൂരിറ്റിയെക്കുറിച്ച് ലാസ്റ്റ് ഒരു സെൻറ്റൻസ് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, ടെമ്പററി എന്നുള്ള ഒരു വേർഡ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയണത്. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏകദേശം മെച്യൂരിറ്റിയുടെ ഒരു ഫൈനൽ ആ ഒരു ഔട്ട്കമ്മിലേക്ക് മാറുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കൂടുതൽ ടെൻഷൻ ഇല്ലാതെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എന്ത് പ്രോബ്ലം ആയാലും നമുക്കത് വളരെ ഒരു മയത്തിലങ്ങ് നമുക്ക് സോൾവ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം പിക്ചർ ഫിനിഷ് ചെയ്യുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.